ഇന്നത്തെ റെസിപ്പി ചട്ടിയിൽ വറ്റിച്ചെടുക്കുന്ന അയലക്കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയലയാണ്. അപ്പോൾ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഒരു 4 തക്കാളി, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പും. ഫസ്റ്റ് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളെ കറിവേപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് തക്കാളിയും കൂടി അതിൽ ചേർക്കുക. തക്കാളി ചേർത്ത ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കുക ചെയ്യുന്നത്. മൂടി വെച്ചിട്ട് കുറച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി വെക്കും. നന്നായിട്ട് വഴന്നിട്ടാണ് കറി വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരുവാകുന്നവരെ നമ്മൾ ഇതാക്കണം. നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ട് ഇനി ഈ തക്കാളിയിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി, ഇനി എരിവ് ആവശ്യമുള്ളവർ കൂടുതലിടാം, അതുപോലെ വേണ്ടവർ ഒരു പച്ചമുളക് ഇടാം. ഇതിൽ പച്ചമുളക് ഇടാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ചെറിയ കപ്പിലാണ് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫിഷും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാവേണ്ടവരാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കാം, പക്ഷേ ഇടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കുക്കായി കഴിഞ്ഞ ശേഷം ആ ചട്ടിയിൽ തന്നെ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം. ഇതാണ് കുക്കായി വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ചക്കറിവേപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സൂപ്പറായിട്ടാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.